ാനായിട്ട് വളരെ മടി കാണിക്കുന്ന ഈ കാലത്ത് നമ്മുടെ അപ്പനെ അമ്മയും നീയും ശ്രമിയും നോക്കുന്ന രീതി അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവും. You're doing an amazing job. സാബേ, എനിക്ക് മനസ്സിലാക്കാം. സാബ് ഇമോഷണലായി പോകും, ആരാണെങ്കിലും ഇമോഷണലായി പോകും. എന്താ പറയാ, എനിക്ക് പറയാൻ കൂടുതൽ വാക്കുകൾ കിട്ടുന്നില്ല. എപ്പോഴും കളിച്ചിരിച്ച് അടിച്ചു പൊളിച്ച് നടക്കുന്ന സാബു എല്ലാവരുടെയും ജീവിതത്തിലും ഉണ്ടാവും. എല്ലാവരുടെയും ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും. അപ്പോൾ സപ്പോർട്ടായിട്ട് നമ്മുടെ വീട്ടുകാരുള്ളപ്പോൾ, നമ്മുടെ ചേട്ടനോ അല്ലെങ്കിൽ അച്ഛനോ ഒക്കെ ഉള്ളപ്പോൾ നിങ്ങളുടെ ബന്ധം കണ്ടിട്ട് ശരിക്കും അസൂയ തോന്നുന്ന രീതിയിലുള്ള ബന്ധം. നമുക്കൊരു കാര്യം ചെയ്യാം, വഞ്ചിപ്പിള്ളയിൽ നിന്ന് തുടങ്ങി കളയാം. ഇത് കഴിഞ്ഞപ്പോ നിങ്ങൾ നല്ല സെറ്റിൽഡ് ആയിരിക്കല്ലേ ഇപ്പൊ എല്ലാം, അല്ലേ? വളരെ സെറ്റിൽഡ് അല്ലേ? അപ്പൊ സന്തോഷമായിട്ടിരിക്കും. കഴിഞ്ഞതിനെ പാസ്റ്റ് ഈസ് പാസ്റ്റ്, പാസ്റ്റിനെ കളഞ്ഞിക്കണം. ഈ പഴയ കാലത്ത് നമ്മളെ ഓർക്കുമ്പോ തന്നെ വരും, ഇല്ലാന്ന് പറയുന്നില്ല. അപ്പച്ചനും എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലായി പോണത് അപ്പച്ചനും അമ്മച്ചിയുടെ കാര്യം പറയുമ്പോ. അപ്പച്ചനെ അമ്മച്ചൻ നിങ്ങളിപ്പോ കാര്യമായിട്ട് നോക്കണമെന്ന് പറഞ്ഞിട്ട് ബ്രദർ ഭയങ്കരമായിട്ട് വളരെ സന്തോഷത്തിലാണ്. ഞാൻ പറഞ്ഞ അവരപ്പൻ ഞങ്ങളെ പഠിപ്പിക്കണ കാലത്ത് എത്രയോ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഒരു അംശം പോലും ഇപ്പോഴും കൊടുക്കാൻ പറ്റിയിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മക്കളൊക്കെ ഇപ്പൊ നല്ല രീതിയിലല്ലേ? അതാണ് അപ്പനും അമ്മയ്ക്കും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. പ്രത്യേകിച്ച് സിമിയെയാണ് മെൻഷൻ ചെയ്ത് ബ്രദർ പറഞ്ഞത്. കാരണം കയറി വന്ന കുട്ടിയാണ്. കാര്യമായിട്ട് നിങ്ങളുടെ പാരന്റ്സിനെ നോക്കുന്നുവെങ്കിൽ സിമിക്കാണ് ക്രെഡിറ്റ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതേപോലെ തന്നെ ചേട്ടന്റെ ഭാര്യയിൽ നിന്നാണ് അതൊക്കെ എനിക്ക് കിട്ടിയത്. ചേട്ടന്റെ ഭാര്യ നോക്കണേന്റെ ഒരു 10% കൂടി ഞാൻ നോക്കിയിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. ചേട്ടന്റെ ഭാര്യ അപ്പച്ചനും അമ്മച്ചനെ നന്നായിട്ട് കെയർ ചെയ്യുമായിരുന്നു. സാബുചേട്ടനെ തന്നെ ഫസ്റ്റ് സാബുചേട്ടന് വണ്ടി എടുക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. 2 വീലർ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതും ജോലി സംബന്ധമായി വണ്ടി മസ്റ്റ് ആയിരുന്നു. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണല്ലോ. അപ്പൊ ചേച്ചി കല്യാണം കഴിഞ്ഞ ഉടനെയാണ്, ചേച്ചിയുടെയൊക്കെ കല്യാണം കഴിഞ്ഞ ഉടനെ ചേച്ചിയുടെ ഒരു മാല ഉരി കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇത് പണയം വെക്കേ, എന്ത് വേണമെങ്കിലും ചെയ്തോ, നിന്റെ ആഗ്രഹം അതാണെന്നുണ്ടെങ്കിൽ അത് ചെയ്തോട്ടെ. അതുപോലെ തന്നെ കേട്ടതിൽ വളരെ സന്തോഷം. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ഫാമിലി മൊത്തത്തിൽ ഭയങ്കര ഐക്യമുള്ള ഒരു ഫാമിലിയാണ്. വളരെ കുറവാണ് ഇപ്പൊ കുടുംബത്തിൽ അങ്ങനെയൊക്കെ ഐക്യം കിട്ടുന്നത്. വളരെ സന്തോഷം. മക്കളും കൂടെ. അതെ, മരുമക്കൾ. നിങ്ങൾ ഇങ്ങനെ ഒരു ഫ്ലോറിൽ വന്ന് ഞങ്ങൾക്ക് വളരെ സന്തോഷം നിങ്ങൾ ഈ ഫ്ലോറിൽ വന്നതിൽ. എന്തായാലും അപ്പച്ചനോടും അമ്മച്ചിയോടും ഞങ്ങളുടെ അന്വേഷണം പ്രത്യേകിച്ച് പറയണം. നമ്മളിപ്പോ നേരത്തെ പേഴ്സണൽ ഇൻസ്പയർഡ് പേഴ്സണെ കുറിച്ച് സംസാരിച്ചപ്പോഴൊക്കെ 1-2 ആൾക്കാർ ബ്രദേഴ്സിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഇതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു മാനസിക മനസ്സിലെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് നമ്മുടെ പുറത്തുനിന്ന് ഒരു നന്മ അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവമാണ്. നമുക്കൊരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ട്, ജീവിക്കാനൊരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു ഇതാ പറഞ്ഞ കേട്ടോ. അവരുടെ ഇപ്പൊ ശ്രീമി പറഞ്ഞ പോലെ നമ്മൾ മൂത്ത ആളായതുകൊണ്ട് ഇളയ ആളെ ചെയ്യാൻ നമുക്കൊരിത് വരും. നമ്മുടെ ഡ്യൂട്ടി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എങ്കിലും ഓരോരുത്തർക്കും ഓരോ മനസ്സാണ്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഐക്യം, അതാണ്. പിന്നെ ഇൻസ്പിറേഷൻ തന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ഓക്കെ, സാബു പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ കൺവിൻസ്ഡ് ആണ്. താങ്ക് യു മഞ്ജു പിള്ള. താങ്ക് യു ലളിത ചേച്ചി. മഞ്ജു പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. ഇപ്പൊ അദ്ദേഹം വളരെ നന്നായിട്ട് സംസാരിച്ചു, സാബുവിന്റെ ചേട്ടൻ. എനിക്ക് സത്യത്തെ കേട്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു സത്യത്തിൽ. കാരണം എന്റെ ഒരു ജീവിതം അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങളുടെ അച്ഛനും ഞങ്ങളുടെ കുടുംബവും എല്ലാമായിട്ട് ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ജീവിച്ചത്. ഈ അടുത്ത കാലത്താണ് എന്റെ അമ്മ മരിച്ചതും ഒക്കെ. അപ്പം എന്റെ ബ്രദറിന്റെ വീട്ടിലായിരുന്നു അമ്മ ഉണ്ടായിരുന്നത്. എന്റെ കൂട്ടത്തിലാണ് ഒരുപാട് നാളുണ്ടായിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് അവരെ അങ്ങനെ കൂടെ കൊണ്ടുവന്ന് നിർത്തി താമസിപ്പിക്കാൻ പറ്റിയില്ല. സാബു ഇത് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നു. പിന്നെ ഇപ്പോഴത്തെ ഒരു ഇതിലെ പ്രായമായ അച്ഛനെയും അമ്മയും എങ്ങനെയെങ്കിലും സമയമില്ല നോക്കാൻ, അല്ലെങ്കിൽ അവർക്ക് വേറെ കാര്യങ്ങളാണെന്ന് അവിടെ എവിടെയൊക്കെ കൊണ്ടുപോയി വിടുന്ന ഒരു സമ്പ്രദായമാണ് ഇന്ന് 100-ൽ 75% കാണുന്നത്. നിങ്ങൾ ആരും അത് ചെയ്യാതെ, അതാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ ഐശ്വര്യം. ചേട്ടനനിയന്മാർ ഇത്രയും ഒത്തൊരുമയോട് കൂടിയിട്ട് നിങ്ങൾക്ക് വന്ന പെണ്ണുങ്ങളും അതുപോലെ ചേർന്ന് ജീവിക്കുന്നു എന്ന് പറയുന്നത് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഈ കുടുംബം എന്നും ഇതുപോലെ നിലനിൽക്കട്ടെ.
എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വളരെ നല്ല കമന്റ്സ് ലളിതേച്ചിയിൽ നിന്ന് കിട്ടിയ ശേഷം നമുക്ക് രശ്മി സോമലിലോട്ട് പോവാം. രശ്മി, സാബുവിന് ചേട്ടൻ ഇൻസ്പയറിംഗ് പേഴ്സൺ ആണെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങൾ രണ്ടുപേരും ആണെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് ഇൻസ്പിറേഷൻ നിങ്ങൾ രണ്ടുപേരാണ്. ആ ഒരു ഇന്റിമസിയും ആ ഒരു യൂണിറ്റി ഒക്കെ എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. ഒരു പരിധി വരെ സാബു എങ്ങനെയാണ് ചേട്ടൻ ഇൻസ്പയർ ചെയ്തതെന്ന് ഞങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിച്ചു. ഒരു പരിധി വരെ അത് വിജയിച്ചിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. എന്തായാലും സന്തോഷം. സാബു, മാർക്ക് വേണ്ടേ? സാബുവിനും ചേട്ടനും ഓൾ ദി ബെസ്റ്റ്. ആ ഒരു ഐക്യം നിലനിർത്തട്ടെ. 8 മാർക്സ്. ഈ ഐശ്വര്യമുള്ള ഫാമിലിക്ക് ഐശ്വര്യമുള്ള മാർക്ക് 8.5. സാബുവിനും കുടുംബത്തിനും എന്റെ പ്രത്യേകമായിട്ടുള്ള സ്നേഹാന്വേഷണം മാർക്ക് അതിന്റെ കൂടെ 10-ലെത്തും. ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 24.5. പോസിറ്റീവ് എനർജി ഞാൻ അറിയാതെ എന്റെ ഉള്ളിലേക്ക് അദ്ദേഹം ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം ഞാൻ എങ്ങനെ ജീവിതത്തെ നോക്കി കാണുന്നു എന്നുള്ള ഒരു ഔട്ട്ലുക്ക് മാറ്റിയ ഒരാളാണ്. എന്റെ അപ്പനെയും അമ്മയും ഞാൻ കെയറിന്റെ അർത്ഥം മനസ്സിലാക്കി തന്നതാണ്. അൺഫോർച്ചുനേറ്റ്ലി ഏർലി 30s എന്റെ പപ്പയമ്മയും മരിച്ചു. പക്ഷെ എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാവുന്ന ഒക്കെ കൊടുത്തു. നാളെ രാവിലെ 5 മണിക്ക് കാരണവർക്ക് ചായ കാപ്പി വല്ലതും കണ്ടാ മതി. ഈ മമ്മാര് പറയണ തെറ്റൊക്കെ അവൻ ചെയ്യുമെന്ന് ദൈവമേ. സങ്കടത്തിലാക്കല്ലേ കുളച്ച്. On your mark, get set, go. കുർത്ത എവിടെയാ? ഇപ്പോ തന്നെ കൊടുത്തു. ഒരു സ്റ്റെപ്പ് കയറിയപ്പോ തന്നെ കോട്ടൺ കൂടുതൽ നല്ലത് കുർത്ത അതായിരിക്കും. വളരെ ഷൂ കുർത്തയുണ്ടോ? കുർത്ത കൊള്ളാം, പോവാ. സണ്ണിച്ചൻ ഒടുക്കത്തെ ഗ്ലാമറാണ് എന്ന് ഞങ്ങൾ പറയുമെന്ന് കരുതണ്ട. അതിന് എന്റെ സുനിച്ചന്റെ ഒക്കെ തല മണ്ണി കുത്തണം.